ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന നല്ലൊരു തമിഴ് റീമേക്കിന്റെ ഭാഗമായിട്ട് പറയാൻ അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നല്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കില്ല. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ മാമനും അതുപോലെ തന്നെ നമ്മുടെ സുകന്യയും കൂടി ചേർന്നിട്ട് തേക്കടിയിലേക്ക് ടൂർ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കാട്ടോ. അപ്പൊ ആര്യനും ആനന്ദൊക്കെ കളിയാക്കി പറയുന്നുണ്ട് മാമനോട്, മാമ നിങ്ങൾ തമ്മിലിടയിൽ ഒരു ഇപ്പം മതിലില്ലേ, ആ മതിൽ പൊളിച്ചു കളയണം മാമ. എടാ, നിനക്കേ വെറും ഒരു ധർമ്മൻ മാമനെ മാത്രമേ അറിയുള്ളൂ. ഈ മനസ്സിലുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മാമനുണ്ട്, അത് പുറത്ത് ചാടിക്കോളന്നെ. തിരിച്ചു വരുമ്പോ നീ നോക്കിക്കോ, അവൾ എന്നെ ഉള്ളം കയ്യിലെടുത്ത് കിടക്കും, കണ്ടാ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേവിയുടെ അടുത്ത് അച്ഛനും അമ്മയൊക്കെ നിർബന്ധിക്കുകയാണ്, മോളെ നീ തിരിച്ച് ദേവമംഗലത്തിലേക്ക് പോ എന്ന് പറഞ്ഞ് ബാഗൊക്കെ റെഡിയാക്കി കൊടുക്കാട്ടോ. അപ്പൊ ദേവി പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോവില്ല, നിങ്ങൾ കാണണം എനിക്ക് ഈ അവസ്ഥ വന്നത്, ഞാനിനി അങ്ങോട്ടേക്ക് പോണ പ്രശ്നമില്ല എന്നൊക്കെ പറയാണ്. മോളെ നീ അങ്ങനെ പറയല്ലേ, നീ അവിടെ ജീവിക്കേണ്ടതാണെന്നൊക്കെ പറയാണ്. നീ ഞാൻ പറയണ പോലെ ഒന്ന് കേൾക്ക്, അവിടേക്ക് പോന്ന് പറയുമ്പോ ഇല്ല അമ്മേ എനിക്ക് പോകാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ആനന്ദ് വരുവാട്ടോ. ആനന്ദ് പറയുന്നുണ്ട്, എന്താണ് ബാഗൊക്കെ ആയിട്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ മോനെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അവളോടൊന്ന് ക്ഷമിച്ച് അവളെയും കൂട്ടിക്കൊണ്ട് ദേവമംഗലത്ത് പോയിക്കൂടെ. ഇനി നീ ദേവമംഗലത്തേക്ക് വരണ്ട, ഇപ്പൊ ദേവമംഗലത്തെ നല്ല സമാധാനവും ശാന്തിയാണ്. ധർമ്മമാമന്റെ പെണ്ണ് ഇന്നലെ, ധർമ്മമാമന്റെ ചേച്ചി ഉണ്ടല്ലോ, ഭാര്യ ഉണ്ടല്ലോ, ഇന്നലെ ദേവമംഗലത്തിലേക്ക് കയറി വന്നു. അതോടുകൂടി അടിപൊളിയായി, അവിടെ ആഘോഷങ്ങളുടെ പൊടിപൂരമാണ്. അതിനിടക്ക് നിങ്ങൾ കയറി വരാനൊന്നും നിൽക്കണ്ട. പിന്നെ ഞാനിപ്പോ ഇവിടെ വന്നത് ഒരു ഇമ്പോർട്ടന്റ് കാര്യം ആ കൈവെള്ളയിലേക്ക് അങ്ങോട്ട് തരാനാണ്. എന്താ മോനെ, എന്താ കാര്യം? അതെ, ഇത് തരാൻ വേണ്ടി വന്നതാണ്. ഇതെന്താ മോനെ, ലെറ്റർ ആണോ? ഓ, ദേവമംഗലത്ത് എന്തെങ്കിലും വിശേഷം നടക്കണുണ്ടോ? എന്തിനാ മോനെ ഇൻവിറ്റേഷൻ ഒക്കെ അടിച്ച് ഞങ്ങൾക്ക് തരുന്നത്? ഞങ്ങളൊന്ന് ഫോണിൽ വിളിച്ചെങ്കിൽ ഞങ്ങൾ വരുമല്ലോ. അയ്യോ, ഇതൊരു പരിപാടിയുടെ ലെറ്റർ തന്നെയാണ്, പക്ഷേ ആ പരിപാടിക്ക് നിങ്ങളും ഞാനും മാത്രമേ ഉണ്ടാവുള്ളൂ. അതെന്ത് പരിപാടിയാ മോനെ, എവിടെ വെച്ച് നടക്കുന്നത്? ദേവമംഗലത്ത് വെച്ചിട്ടാണ് നടക്കുന്ന പരിപാടി എന്ന് ഉദയഭാനു ചോദിക്കുമ്പോ, അല്ലല്ല ദേവമംഗലത്ത് നിന്നല്ല, ഈ പരിപാടി നടക്കണതേ അങ്ങ് വക്കീൽ ഓഫീസ് വെച്ചിട്ടാണ്, കോടതിയിൽ വെച്ചിട്ടാണ്. കോടതിയിലൊക്കെ പരിപാടി അവതരിപ്പിക്കാൻ സമ്മതിക്കും അവര് എന്ന് ഉദയഭാനു ചോദിക്കുമ്പോ, ആനന്ദ് ചോദിക്കണ്ടല്ല, നിങ്ങൾ ശരിക്കും പൊട്ടനാണോ അതോ പൊട്ടനെ പോലെ അഭിനയിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അതെന്താ മോനെ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഞാൻ പിന്നെ എന്തു പറയണം? ചെറിയ പിള്ളേർക്ക് പോലും മനസ്സിലാവുന്ന ഭാഷയിലല്ലേ ഞാൻ പറയണത്. കോടതിയിലേക്ക് വരാൻ പറഞ്ഞത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ഡിവേഴ്സിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ അങ്ങോട്ട്, ഡിവേഴ്സ് എന്ന് പറയുമ്പോൾ ആ ലെറ്റർ അങ്ങോട്ട് ഉദയഭാനുടെ കയ്യിലേക്ക് കൊടുക്കുന്നു കേട്ടോ. ഉദയഭാനും അതുപോലെ തന്നെ ശ്രീകലയും വായിച്ചു നോക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോ ആനന്ദ് കളിയാക്കി പറയണ്ട, ഓ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലല്ലോ, നിങ്ങളുടെ പുന്നാര മോൾക്ക് ലെറ്റർ കൊടുക്ക് എന്ന് പറയാണ്. അങ്ങനെ ഉദയഭാനു ആ ലെറ്റർ നമ്മുടെ ദേവിയുടെ കയ്യിൽ കൊടുക്കാട്ടോ. ദേവി അത് വായിച്ചിട്ടും ദേവിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ആനന്ദ് കളിയാക്കി പറയണ്ട, കുടുംബം മൊത്തം ഇംഗ്ലീഷ് അറിയില്ലല്ലേ, കുറച്ചുപോലും ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവില്ലല്ലേ, കൊള്ളാം, നല്ല കുടുംബം, ബിസിനസ് മാഗ്നറ്റ് ഉദയഭാനു സാർ, അദ്ദേഹത്തിന്റെ ഒരു MA പഠിച്ച് ഇംഗ്ലീഷ് പഠിച്ചൊരു മോള്, കൊള്ളാം. എന്തായാലും ഞാൻ ചുരുക്കം പറഞ്ഞു തരാം, ഇത് ഡിവോഴ്സ് നോട്ടീസ് ആണ്. മര്യാദക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ രണ്ടുപേരും സംസാരിച്ച് തീർപ്പാക്കി നമുക്ക് കുടുംബ കോടതി പോയിട്ട് ഡിവോഴ്സിന് മ്യൂച്വൽ ആയിട്ട് ഡിവോഴ്സ് ചെയ്യാം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോ ദേവി ആകെ തകർന്നു പോട്ടെ. ആനന്ദേട്ടാ എന്ന് പറയുമ്പോ, അതെ, നീ എന്റെ വീട്ടുകാരെ വിളിച്ച് അവരെ സോപ്പിട്ട് അവിടെ കയറി പറ്റാൻ വേണ്ടി നോക്കല്ലേ. അവരുടെ മനസ്സിൽ ഇപ്പൊ തന്നെ ദേവി ദേവി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നീ ഇടക്കിടക്ക് അങ്ങോട്ടേക്ക് ഫോൺ വിളിക്കുന്നത്. ഇല്ല ആനന്ദേട്ടാ, ഞാൻ അങ്ങോട്ടേക്ക് ആരെയും വിളിച്ചിട്ടില്ല. പിന്നെ എന്തായാലും നീ മിത്രടുത്ത് സംസാരിച്ചതോ? ആനന്ദ സത്യമായിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല, മിത്ര ഇങ്ങോട്ട് വിളിച്ചതാണ് ആനന്ദേട്ടാ. വേണ്ട, നിന്റെ കള്ളത്തിലൊന്ന് കയ്യിലിരിക്കട്ടെ, നീ അങ്ങോട്ട് വിളിച്ചതായിരിക്കും. അയ്യോ ഇല്ല, മിത്ര എന്നെ വിളിച്ചതാണ് വിശേഷമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോഴേക്കും, അതെന്തെങ്കിലും ആവട്ടെ, ഇനി നീ അങ്ങോട്ട് ആരെയും വിളിക്കണ്ട, അവിടെ നിന്ന് കോൾ വന്നാൽ നീ എടുക്കുകയും വേണ്ട, കേട്ടല്ലോ. അതുകൊണ്ട് ഈ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് മര്യാദക്ക് ബന്ധം വേർപെടുത്തി പോവാം എന്ന് പറയണം. ഉദയഭാനു പറഞ്ഞു, അതെ ആനന്ദ് മോൻ അവിടെ നിന്നേ, ഇത്രയും നേരം ആനന്ദ് മോനത്തിന് ഞാൻ കൈ കൂപ്പി വരുമെന്നൊക്കെ പറഞ്ഞു. ഇനി ഞാൻ അത് പറയില്ല, കാരണം ഇത് എന്റെ മോളാണ് ദേവി. അവളെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് നീ ഒറ്റക്കം കൂടെ തീരുമാനിച്ചാൽ മതിയോ? എന്റെ മോളുടെ കുടുംബജീവിതം തകർത്തിട്ടാണോ? എന്റെ മോളുടെ ജീവിതം തകർത്തിട്ട് നീ വേറെ കെട്ടി ജീവിക്കാൻ പോണാടാ എന്ന് ചോദിക്കുമ്പോൾ ആനന്ദ് പറഞ്ഞു, അതെ, എനിക്കൊരു ജീവിതം കൺമുമ്പിലുണ്ട്, അത് കളയാൻ എനിക്ക് വയ്യ. നിങ്ങളെ പോലത്തെ ഒരാളായിട്ടുള്ള ജീവിതവും എനിക്ക് വേണ്ട. അതെ, ഇവളെ പോലത്തെ നുണച്ചി പാറുമായിട്ടുള്ള ഒരു എനിക്ക് വേണ്ട. അതുകൊണ്ട് എനിക്ക് ഇനിയുള്ള വേണ്ട, അത് നീ ഒറ്റക്ക് തീരുമാനിച്ചാൽ മതിയോ? നിന്നെ ഞാൻ കോടതി കേട്ടൂടാ. എന്നെയോ? നിങ്ങൾ എന്ത് പറഞ്ഞ കോടതി കയറ്റാൻ പോവാ? ഞാനേ മാനനഷ്ടത്തിന് കേസ് എടുത്താൽ നിങ്ങൾ അകത്ത് കിടക്കും. നിങ്ങൾ എന്തൊക്കെ കള്ളോ പറഞ്ഞത്? വലിയ ബിസിനസ്സുകാരൻ, അത് ഇത് മറിച്ചത്, ഒരു പവൻ സ്വർണം നിങ്ങൾ തികച്ചെടുക്കാനുണ്ടോ? ഞാൻ നിങ്ങളെ കളിയാക്കി പറഞ്ഞല്ല, മാന്യമായിട്ട് നിങ്ങൾ ഒന്നും ഇല്ലാത്തവരാണെന്ന് പറഞ്ഞാൽ പോലും എന്റെ അച്ഛനും ഞാനും ഈ വിവാഹത്തിന് സമ്മതിച്ചാണ്. പിന്നെ നിങ്ങൾ എന്തൊക്കെ നുണയാ പറഞ്ഞത്? അങ്ങനെയൊക്കെ പറയാനുണ്ടോ? നിങ്ങൾക്കാണ് നിങ്ങൾക്കെതിരെ കേസ് ശരിക്കും പറഞ്ഞാൽ കൊടുക്കേണ്ടത് എന്നൊക്കെ പറയുന്നത്. ആനന്ദ് അവിടെ വായ മൂടി കെട്ടുവാട്ടോ. അപ്പൊ ആ ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്.
ഡിവോഴ്സിന്റെ കാര്യങ്ങൾ പറച്ചിലും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ആനന്ദ് ഡിവോഴ്സ് പേപ്പർ അവിടെ വെച്ചതിന് ശേഷം അവിടെ നിന്ന് പോകുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേവി ആണെങ്കിൽ അതിനുശേഷമാണ് ദേവിക്ക് തലകറക്കവും കാര്യങ്ങളൊക്കെ വരുന്നത്. തലകറങ്ങിയ ദേവീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് നമ്മുടെ ശ്രീകലയും ഉദയഭാനുവും കൂടിയിട്ട്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേക്കാണ് ഡോക്ടർ ഞെട്ടിക്കുന്ന ആ കാര്യം പറയണത് ദേവി പ്രഗ്നന്റ് ആണ്, 2 മാസം പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. അത് കേൾക്കണത് ഉദയഭാനുക്കും ശ്രീകലയ്ക്കും വീണ്ടും പിടിച്ച് കെട്ടാനായിട്ടൊരു പിടിവള്ളി കൂടി ആവാണ്. കാരണം ദേവി ഗർഭിണിയാണ്. ആ കാര്യം എന്തായാലും ദേവമംഗലത്തെ അറിയിക്കണം. ദേവമംഗലംകാര് നല്ല അവളെ സ്വീകരിക്കുകയും ചെയ്യും. കാരണം ആനന്ദിന്റെ കുഞ്ഞാണല്ലോ അവിടെ വയറ്റിൽ കിടക്കുന്നത്. ആനന്ദ് എത്രയൊക്കെ ദേവിനെ വെറുത്താലും കുഞ്ഞ് അത് ആനന്ദിന്റെ കൂടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ദേവി പ്രഗ്നന്റ് ആവുമ്പോൾ ദേവിയായിട്ട് ഈ കാര്യം ദേവമംഗലത്ത് പറയില്ലട്ടോ. തമിഴിൽ അങ്ങനെ തന്നെയാണ്. ഇത് പോയി പറയണത് ശ്രീകലയും ഉദയഭാനുവും കൂടിയിട്ട് ലഡു ഒക്കെ മേടിച്ചിട്ട് പോകും. എന്നിട്ട് എല്ലാവർക്കും വിതരണം ചെയ്തിട്ടാണ് ദേവമംഗലത്ത് ഈ വിശേഷം പറയണത്. ദേവിക്കും ആനന്ദിനും കുഞ്ഞുണ്ടാവാൻ പോവാണ്. ദേവിമോള് പ്രഗ്നന്റ് ആണെന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ ഗോമതി കിടന്ന് തുള്ളും കേട്ടോ. അയ്യോ എനിക്ക് എന്റെ ദേവിമോളെ കാണണം, ബാലേട്ടൻ എനിക്ക് ദേവിമോളെ കാണാൻ കൊതിയാവുക, നമ്മുടെ വീട്ടിൽ ആദ്യം ഒരു കുഞ്ഞാവ് ഉണ്ടാവാൻ പോവാ. അപ്പൊ ബാലനും പറയണ്ട, അതെ ബാലന് അത്രയും നേരം ഉണ്ടായ ദേവിയെടുത്തുള്ള ദേഷ്യം എല്ലാം തന്നെ ആ ഒരു സെക്കൻഡ് പോകാട്ടോ. കാരണം ഒരു കുഞ്ഞ് ഉണ്ടാവാൻ പോവല്ലേ. അപ്പൊ ആ ഒരു ദേഷ്യമൊക്കെ ബാലന്റെയും പോവാണ്. അതെ എത്രയും പെട്ടെന്ന് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ ഗോമതി കണ്ട ശ്രീകല, പ്ലീസ് ശ്രീകല അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം, എനിക്ക് അവളെ കാണാതെ പറ്റുന്നില്ല എന്നൊക്കെ പറയാണ്. അതിനെന്താ ചേച്ചി, ഞാൻ ഇപ്പൊ തന്നെ അവളെ വിളിച്ചുകൊണ്ട് വരാന്ന് പറയാണ്. അങ്ങനെയാണ് നമ്മുടെ ശ്രീകലയും ഉദയഭാനും കൂടി ചേർന്ന് നമ്മുടെ ദേവീനെ വിളിച്ചുകൊണ്ട് വരുമ്പോ നമ്മുടെ ഗോമതി ആരതി എടുക്കുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ, അത് ആ സമയത്താണ് കേട്ടോ. പിന്നെ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. തമിഴില് സെയിം ഭാഗം തന്നെയുണ്ട്, പക്ഷേ അതിലും ഒരു വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. ഈ ആനന്ദ് ആദ്യമൊക്കെ ഇങ്ങനെ ഭയങ്കര മസിലൊക്കെ പിടിക്കോട്ടോ, ദേവി ഗർഭിണിയാണെങ്കിലും എനിക്ക് ദേഷ്യമൊക്കെയാണ് അവളുടെ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ എങ്കിലും ഉണ്ടല്ലോ, ആനന്ദ് കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും ആ കുഞ്ഞിനെ വേണ്ടി എല്ലാം ക്ഷമിക്കും. ദേവിയും ആനന്ദും തമ്മിൽ പുതിയൊരു ജീവിതം തുടങ്ങും. പക്ഷെ അപ്പോഴും ആനന്ദിന് ചതി പറ്റിയാണ്. ദേവി ശരിക്കും പ്രഗ്നന്റ് അല്ല കേട്ടോ. അത് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് അത് തെറ്റുപറ്റിയതാണ് അവർക്ക്. ചതിക്കണമെന്ന് വെച്ചിട്ട് ദേവി ഒന്നും ചെയ്തതൊന്നുമല്ല. പക്ഷെ ദേവി പ്രഗ്നന്റ് അല്ല. അതറിയുമ്പോൾ ആനന്ദിനെ വീണ്ടും ദേവി എടുത്ത് മനഃപൂർവ്വം ചെയ്തതെന്ന് പറഞ്ഞിട്ട് ദേവിനെ വീണ്ടും വെറുക്കുക ഒക്കെ ചെയ്യും. അപ്പോൾ ആ ഭാഗം തമിഴിലുണ്ട്. പക്ഷെ അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറയുമ്പോൾ സുകന്യയുടെ ഭാഗമാണ്. ഈ സുകന്യ ഉണ്ടല്ലോ ഭയങ്കര ഉടായിപ്പാട്ടോ. സുകന്യക്ക് ഒരു കാമുകനുണ്ട്. അതായത് ഈ സുകന്യ ആ കാമുകനെ തേച്ചിട്ടാണ് ധർമ്മനെ വിവാഹം കഴിച്ചത്. ആ കാമുകന് പൈസ കുറവാണ്, അതുകൊണ്ടാണ് ധർമ്മനെ വിവാഹം കഴിച്ചോ. അതിനുശേഷം വീണ്ടും ആ കാമുകനായിട്ട് ഇങ്ങനെ എന്താണ് ഈ രജിസ്റ്റർ മാരേജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സുകന്യ. പക്ഷെ അതൊന്നും ആർക്കും അറിയത്തില്ല. സുകന്യക്ക് കുറച്ച് പ്രായം കുറവായത് കൊണ്ട് തന്നെ ധർമ്മന് സംശയമാണെന്നാണ്. സുകന്യയെ കുറിച്ച് എന്ത് പറഞ്ഞാലും ധർമ്മൻ എന്ത് പറയാനും സുകന്യ പറയും എനിക്ക് പ്രായക്കുറവല്ലേ, അതുകൊണ്ട് ധർമ്മേട്ടനെ സംശയമാണ് എന്നൊക്കെയാണ് പറയണത്. പക്ഷെ സുകന്യക്ക് അങ്ങനത്തെ കുറച്ച് ഉടായ്പൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കല്യാണം കഴിയുമ്പോൾ അയാളായിട്ടൊരു ബന്ധമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എങ്കിൽ പോലും സുകന്യ ഇതിനു മുമ്പ് ഒരുപാട് ഉടായ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ മാരേജിന് വേണ്ടി പോലും സൈൻ ചെയ്തിട്ടുണ്ട് ഈ സുകന്യയുടെ കാമുകനും കൂടി ചേർന്നിട്ട്. ഒരു കാമുകൻ കേട്ടോ, 1, 2, 3, 4 കാമുകന്മാരൊക്കെ ഉണ്ട്. അവസാനത്തെ കാമുകനെ തേച്ചിട്ടാണ് ധർമ്മനെ വിവാഹം കഴിച്ചത്. പിന്നീട് ധർമ്മനെ വിവാഹം കഴിച്ചതിന് കാരണം തന്നെ ഈ വീട്ടിലെ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടുകാരാണ് ധർമ്മന്റെ തലയിലേക്ക് കെട്ടി വെച്ച് കേട്ടോ ശരിക്കും സുകന്യനെ. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ പൊളിയുന്ന ഭാഗങ്ങളാണ് ഇപ്പൊ തമിഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.